الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الرسول بلغ ما أنزل إليك من ربك وإن لم تفعل فما بلغت رسالته والله يعصمك من الناس إن الله لا يهدي القوم الكافرين. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ അറഫ കഴിഞ്ഞ് യൗമുൻ നഹർ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയും ഹജ്ജിലെ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ദിവസത്തിലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഈ പള്ളിയിൽ ഒരുമിച്ചിരിക്കുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അറഫയിൽ നിന്ന ഒരു മനുഷ്യന് ഹജ്ജ് ലഭിച്ചു, അഥവാ അറഫ ലഭിക്കാത്തവന് ഹജ്ജില്ല. അറഫയുടെ പ്രാധാന്യവും ശ്രേഷ്ഠതയും മനസ്സിലാക്കാൻ മറ്റൊരു ഹദീസിൻ്റെയോ വിശദീകരണത്തിൻ്റെയോ യാതൊരാവശ്യവുമില്ല. ഹജ്ജ് ചെയ്യാത്ത ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വേഗത്തിൽ ഹജ്ജ് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ അറഫയും ഹജ്ജും ചർച്ചയാകുന്ന ഈ സന്ദർഭത്തിൽ അറഫയിൽ വെച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രൗഢമായ പ്രഭാഷണമുണ്ട്. ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ പ്രസംഗം എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുള്ള ആ പ്രഭാഷണം. ആ പ്രഭാഷണത്തിലെ ഒരൊറ്റ വാചകമാണ് ഇന്നത്തെ ഖുതുബയിൽ
എൻ്റെ സഹോദരങ്ങളുടെ സഹോദരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏക ഹജ്ജ്, നബി ഒരു ഹജ്ജാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സ്വഹാബികളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അറഫയിൽ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് സംസാരിക്കുന്നത്. മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ പ്രൗഢമായ ഒരു പ്രഭാഷണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർവഹിച്ചിട്ടുള്ളത്. ആ പ്രസംഗമധ്യേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ സ്വഹാബത്തെ, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്തു, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് ഈ മതം എത്തിച്ചു തന്നിട്ടില്ലയോ? ഈ മതം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിട്ടില്ലയോ? സ്വഹാബികൾ ഒന്നടങ്കം പ്രവാചക തിരുമേനിയോട് പറയുന്നുണ്ട്, നഅം യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾ ഈ മതം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അവിടെ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെയുള്ള വിശ്വാസികളോടെന്ന നിലയിൽ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, ലിയുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, അങ്ങനെയാണ് എങ്കിൽ, ഈ മതം നിങ്ങൾക്ക് എത്തിച്ചു തന്നു, പൂർത്തീകരിച്ചു തന്നു എന്നാണ് എങ്കിൽ, ഇവിടെ ഹാജറുള്ളവൻ, ഹാജറില്ലാത്തവന് ഈ സന്ദേശം എത്തിക്കട്ടെ, ഈ മതം എത്തിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ദൗത്യമാണത്. ആരെ ഏൽപ്പിച്ച ദൗത്യം? ആരൊക്കെയാണോ വിശ്വാസികൾ, ആരൊക്കെയാണോ മുസ്ലിമീങ്ങൾ, ആ മുസ്ലിങ്ങളായ മുഴുവൻ ആളുകളുടെയും മേൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഏൽപ്പിച്ച ദൗത്യമാണ് നിങ്ങളിലേക്ക് എത്തിയ ദീൻ, നിങ്ങൾ മനസ്സിലാക്കിയ ദീൻ, നിങ്ങൾ അംഗീകരിക്കുന്ന ദീൻ, അതെന്ത് ചെയ്യണം? അറിയാത്ത ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ സത്യമതം മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കതിന് ഏറ്റവും നല്ല മാതൃക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ച് പിന്നീട് ഒരു ദീർഘകാലം വഹി ലഭിക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. വഹി നിലച്ചുപോയൊരു കാലഘട്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രയാസം അനുഭവിച്ച സന്ദർഭമാണത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടാമത് വഹി ലഭിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന വാചകം, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഹേ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന മനുഷ്യ, ഖും, നീ എഴുന്നേൽക്ക്, ഫഅൻദിർ, നീ താക്കീത് നൽകൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, നബിയെ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന മനുഷ്യ, നീ എഴുന്നേൽക്കൂ, നീ ജനങ്ങൾക്ക് താക്കീത് നൽകൂ, ജനങ്ങളോട് ഈ സത്യദീനിനെ കുറിച്ച് നീ പറയൂ. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, വഅൻദിർ അശീറതകൽ അഖറബീൻ, നബിയെ, നിന്റെ അടുത്ത ആളുകളോട് നീ ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കണം, അവരോട് നീ പറയണം, അവരോട് നീ സംസാരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്ത്, ആമുഖമായി ഓതി കേൾപ്പിച്ച ആയത്ത്, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുക, റസൂലേ, നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നിനക്ക് എത്തിച്ചു തന്നത്, അള്ളാഹു നിന്നെ ഏൽപ്പിച്ചത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. വഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു, ആ ദൗത്യം, ആ എത്തിച്ചു കൊടുക്കുക എന്ന പണി, അത് നീ ചെയ്യാത്ത പക്ഷം നീ നിന്റെ ദൗത്യം നിറവേറ്റിയിട്ടില്ല. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാ, നബിയെ, ഈ ദീൻ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. നബി എന്തു ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ദീൻ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ തൻ്റെ 40-ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള പ്രവാചകത്വ ജീവിതം എന്ന് പറയുന്നത് പ്രബോധനമാണ്. അള്ളാഹുവിൻ്റെ ദീൻ എത്തിക്കലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സത്യമതം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു. പ്രവാചകന്റെ മുൻ പല്ല് പൊട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ മുട്ടിൻ കാലിൽ നിന്ന് രക്തമൊഴുകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകൻ ഏറെ സ്നേഹിച്ച തൻ്റെ നാട്ടുകാർ പ്രവാചകൻ തിരുമേനിയെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എന്തായിരുന്നു നബി ചെയ്തത് തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പകയോടുകൂടെ പെരുമാറിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന പരിശുദ്ധ ദീനിന്റെ മഹിതമായ സന്ദേശം അവരെ പഠിപ്പിച്ചവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്.
ആ ദൗത്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരിക്കൽ ചില ആളുകൾ വന്ന് പറയുന്നു, നബിയെ, നമ്മുടെ വീടിന്റെ സമീപത്ത്, നമ്മുടെ സമീപത്തുള്ള ഒരു ജൂതനായ മനുഷ്യന്റെ കുഞ്ഞ് വലിയ പ്രയാസത്തിലാണ്, രോഗിയാണ്, മരണത്തെ മുന്നിൽ കാണുന്നുണ്ട്. ഒന്ന് ആ വീട് വരെ ഒന്ന് ചെല്ലണം, ആ കുഞ്ഞിനെ ഒന്ന് സന്ദർശിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിച്ചെന്നു. ആ കുഞ്ഞ് മരണത്തിന്റെ അവസാന സമയത്താണ്. ആ കുഞ്ഞിന്റെ പിതാവ് അവിടെയുണ്ട്, ജൂതനായ മനുഷ്യൻ അവിടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മോനോട് പറഞ്ഞു, മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. അപ്പൊ ആ മകൻ തന്റെ ബാപ്പാനെ നോക്കി, അടുത്തു നിൽക്കുന്ന ബാപ്പയെ നോക്കി. അപ്പൊ ബാപ്പ മകനോട് പറഞ്ഞു, ജൂതനായ മനുഷ്യൻ കുഞ്ഞിനോട് പറഞ്ഞു, അത്തി അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിച്ചോ, അബുൽ ഖാസിം പറയുന്നത് കേട്ടോ. ആ മരണത്തെ മുഖാമുഖം കാണുന്ന കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമ അവിടുന്ന് ഉച്ചരിച്ചു. ആ കുഞ്ഞവിടുന്ന് മരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇറങ്ങി നടക്കുന്നത് ഹദീസിൽ വായിക്കാൻ പറ്റും. പ്രവാചകന്റെ വാചകം, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവ്വസ്തുതിയും. നരകത്തിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ സ്വർഗത്തിലേക്ക് വഴി നടത്തിയ റബ്ബേ, നിനക്കാകുന്നു സർവ്വസ്തുതിയും. നോക്കൂ നിങ്ങൾ, ഒരു രോഗിയുണ്ട് എന്ന് കേട്ടപ്പോൾ അവിടെ ഓടിയെത്തി ആ കുട്ടിയെ നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വഴി നടത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെയായിരുന്നു. പ്രവാചക തിരുമേനി ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം പ്രവാചക തിരുമേനി നിർവഹിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹി ദൗത്യം നിറവേറ്റിയ പ്രവാചക തിരുമേനി ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് വിശ്വാസികളെ ഏൽപ്പിച്ച ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് നമ്മുടെ കയ്യിലുള്ള ഈ ദീൻ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. പ്രവാചകന്റെ സ്വഹാബത്ത് അത് ഭംഗിയായി നിർവഹിച്ചവരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇസ്ലാമിലെ ഒന്നാമനാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഏറ്റവും കൗതുകമുള്ള അല്ലെങ്കിൽ നമ്മെ അത്ഭുതപ്പെടുന്ന ഒരു ചരിത്രമുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 6 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത്. സുബ്ഹാനല്ലാഹ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 6 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിന്റെ ഫലമായി കൊണ്ടാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഈദ് ബിൻ അബി വഖാസ്, അതേപോലെ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിന്റെ ഫലമായി കൊണ്ടാണ്. 6 പേർ, 7ാമത്തെ ഒരാളാണ് ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു. 7 പേർ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 7 പേർ, അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 6 പേരുടെയും ഇസ്ലാം സ്വീകരണത്തിന്റെ കാരണക്കാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഞാനിത് പറയുന്നത് പ്രവാചക തിരുമേനി നിർവഹിച്ചൊരു ദൗത്യമാണ് ദഅവത്ത്. പ്രവാചകനെ കണ്ട സ്വഹാബത്ത് ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ഉഖബത്ത് ബിൻ ആമിർ, ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു ചരിത്രത്തിലേറെ പ്രസിദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹം ഒരു കടലിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു കടലിന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. അദ്ദേഹം ആ കടലിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ലയോ കടലെ, നിന്റെ അപ്പുറത്തൊരു ജനവിഭാഗമുണ്ട് എങ്കിൽ, നിന്റെ മറുവശത്തൊരു ജനവിഭാഗമുണ്ട് എങ്കിൽ അവരിലേക്ക് ഞങ്ങൾ വരുമായിരുന്നു. എന്നിട്ട് ഈ ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കറിയില്ലല്ലോ ഈ കടലിന്റെ മറുവശത്തൊരു ജനതയുണ്ട് എന്ന്, ആളുകളുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല. അറിയുമായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ജനവിഭാഗമുണ്ട് എന്ന് അറിയിപ്പ് ലഭിച്ചാൽ ഞങ്ങൾ ഈ കടൽ താണ്ടി അവിടെ വരും, എന്നിട്ട് അല്ലാഹുവിന്റെ ദീൻ ഞങ്ങൾ പറയും. നോക്കൂ നിങ്ങൾ, എത്രമാത്രം പ്രബോധനത്തെ ഗൗരവത്തോടു കൂടെയാണ് അവർ കണ്ടത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, അറഫയെ ആവേശത്തോടുകൂടെ കണ്ട, ഹജ്ജിനെ ആവേശത്തോടുകൂടെ സംസാരിക്കുന്ന, ഇബ്രാഹിം നബിയുടെ ചരിത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രബോധന രംഗത്ത് എവിടെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്ന മേഖലയിൽ നമ്മൾ എവിടെയാണ്? സ്വഹാബികളുടെ ഖബർ മദീനയിലില്ല അധികം, സ്വഹാബികളുടെ ഖബർ മക്കയിലില്ല അധികം. എന്തുകൊണ്ടാണെന്നറിയുമോ? സ്വഹാബികളുടെ ഖബറുകൾ മക്കയിലും മദീനയിലും കുറവാണ്. എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അവർ മറ്റു നാടുകളിലേക്ക് യാത്ര ചെയ്തു. ഇസ്ലാമിനെ അവരവിടെ പോയി പരിചയപ്പെടുത്തി. അവിടെ വെച്ചുകൊണ്ട് അവർ മരണപ്പെട്ടു. അവിടെയാണ് അവരുടെയൊക്കെ ഖബറുകൾ ഉള്ളത്, വ്യത്യസ്ത നാടുകളിൽ. പ്രവാചകന്റെ ദൗത്യം അവർ ഏറ്റെടുത്തത് കാരണമാണ് മദീനയിലും മക്കയിലും അവരുടെ ഖബറുകൾ കാണാത്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അറഫ ഓർക്കപ്പെടുന്ന, അറഫയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ അറഫയിൽ വെച്ച് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. ആ ദൗത്യ നിർവഹണത്തിന് ഏറ്റവും അനുകൂലമായ മണ്ണാണ് നമ്മുടെ മുൻപിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് പ്രയാസങ്ങളില്ല. അള്ളാഹുവിന്റെ ദീന് പറയുമ്പോൾ നമ്മളെ ആട്ടിയോടിക്കാൻ, നമ്മളെ പരിഹസിക്കാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ല ഇത്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ
പ്രബോധനത്തിന് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള മണ്ണാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെയും ഇവിടെയും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ദഅവത്ത് ഏറ്റവും സുന്ദരമായി നടത്താൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ ദഅവത്ത് നമ്മൾ നിർവഹിക്കുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്വം, പ്രവാചകൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ജീവിതത്തിൽ ഏറ്റെടുത്ത ആളുകളായി നമ്മൾ മാറുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ആയ, ബല്ലിഗു അന്നി വലൗ ആയ. എനിക്ക് ഉറപ്പുണ്ട് ഈ ഹദീസിന്റെ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ ഈ പള്ളിയിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും പ്രബോധനം ചെയ്യാൻ നിർബന്ധ ബാധ്യതയുള്ള ആളുകളാണ്. എന്താണ് റസൂലുള്ളാഹി പറഞ്ഞ വാചകം? ബല്ലിഗു അന്നി വലൗ ആയ. എന്നിൽ നിന്ന് ഒരു ആയത്താണ് നിങ്ങൾക്ക് എത്തിയത് എങ്കിൽ അത് നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഒരായത്തെ നമുക്ക് അറിയുള്ളൂ, അത് അറിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, റഹിമല്ലാഹു ഇംറാൻ സമിഅ മിന്നി ഹദീതൻ ഫഹഫിളഹു ഹത്താ യുബല്ലിഗഹു ഗൈറഹു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എന്താണ് നബി പറയുന്നത്? എന്നിൽ നിന്ന് ഒരു ഹദീസ് കേൾക്കുകയും അത് അയാൾ മനഃപ്പാഠമാക്കുകയും ചെയ്താൽ അത് അറിയാത്ത ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കണമെന്ന്. ഒരു ഹദീസ് കേട്ട ആള്, ആ ഹദീസ് പഠിച്ച ആള്, ആ ഹദീസ് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം? അത് അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. പ്രവാചകൻ പറഞ്ഞു, എന്ന് തുടങ്ങി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എന്റെ സംസാരത്തെ കേൾക്കുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവൻ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. അഥവാ ദഅവത്ത് നടത്തുന്ന ആളുകൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആളുകളാണ്. ഖുർആൻ ആയത്ത് എന്താ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ദഅവത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ രചിച്ച ഗ്രന്ഥങ്ങളിൽ ആദ്യം കൊണ്ടുവരുന്ന ആയത്താണിത്. റബ്ബിന്റെ ചോദ്യമാണ്, ആരുണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുകയും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് പറയുകയും ചെയ്തവനേക്കാൾ മഹത്വമുള്ള ഉത്തമമായ വാക്ക് പറയുന്ന ആരാണുള്ളത് എന്നാണ്. അപ്പൊ നമ്മുടെ ദൗത്യം എന്താ? നമുക്ക് ഈ ദീനി ലഭിച്ചിട്ടുണ്ട്, നമ്മൾ ആരും ചോദിച്ചു കിട്ടിയതല്ല. നമ്മളൊക്കെ ബൈ ചാൻസ് മുസ്ലിങ്ങളാണ്. ബാപ്പ മുസ്ലിമായിരുന്നു, ഉമ്മ മുസ്ലിമായിരുന്നു, അല്ലെ, നമ്മുടെ കുടുംബം മുസ്ലിം, അങ്ങനെ കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. ബൈ ചോയ്സ് മുസ്ലിങ്ങളുണ്ട്, ഇസ്ലാമിനെ സ്വീകരിച്ച ആളുകളുണ്ടാകും. അള്ളാഹു അവർക്ക് ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ, നമുക്ക് നൽകുമാറാകട്ടെ. ഈ ബൈ ചാൻസ് മുസ്ലിങ്ങളായ നമ്മൾ ചോദിക്കാതെ പറയാതെ നമ്മളിലേക്ക് വന്നു ചേർന്ന ഈ ദീൻ അത് സത്യസന്ധമാണ് എന്ന് ബോധ്യമായിട്ട് അത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ വലിയ അപരാധമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പറഞ്ഞ വാചകം, വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്നുണ്ടാകണം. അവരാണ് ആര്? ഉത്തമമായ കുൻതും ഖൈറ ഉമ്മ, അവരാകും ഉത്തമ സമുദായം. അപ്പൊ ഉത്തമ സമുദായത്തിന് അടയാളം എന്താ? നമ്മൾ ഉത്തമരാകണമെങ്കിൽ നമ്മൾ ആരാകണം? നന്മ കൽപ്പിക്കുന്നവരാകണം, തിന്മ വിരോധിക്കുന്നവരാകണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വെച്ച് നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ഇനി ദഅവത്ത് നടത്തിയുള്ള നേട്ടം എന്താ? റസൂലുള്ളാഹി പറഞ്ഞത്, വല്ലാഹി ലിഅൻ യുഹ്ദാ ബിഹുദാക റജുലൻ വാഹിദുൻ ഖൈറുൽ ലക മിൻ ഹംറിൻ നഅം. ഒരു നമ്മൾ കാരണം ഒരാൾ ഈ ദീന് മനസ്സിലാക്കിയാൽ, നമ്മൾ കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, പ്രിയപ്പെട്ടവരെ, ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ മഹത്തരമാണത് എന്നാണ്. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. അതുകൊണ്ടാണ് ആ ഉദാഹരണം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഉദാഹരണം. ഈ ലോകത്ത് എന്ത് കിട്ടുന്നതിനേക്കാളും ഏറ്റവും മഹത്വമേറിയ കാര്യം എന്താ? നമ്മൾ കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് വരിക, നമ്മൾ കാരണം മുസ്ലിം ആകുക. പ്രിയപ്പെട്ടവർ, എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ കാരണം ഒരാൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന്? എൻ്റെ വാക്ക് കേട്ട്, എൻ്റെ പെരുമാറ്റം കണ്ട്, എൻ്റെ വസ്ത്രധാരണ രീതി കണ്ട്, എൻ്റെ സ്വഭാവ വിശുദ്ധി കണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെന്ന് കൊതിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ്, നമ്മൾ മാതൃകയാകേണ്ട ആൾക്കാരാണ്. നമ്മളെ കണ്ട് ആളുകൾ എന്ത് ചെയ്യണം? ഇസ്ലാമിലേക്ക് വരണം. അത് വലിയ തൗഫീഖാണ്, വലിയ ഭാഗ്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിത്ലു അജ്രി ഫാഇലിഹി. നമ്മൾ ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുത്തു, ആ നന്മ അയാൾ ചെയ്യുന്ന കാലത്തോളം അതിൻ്റെ കൂലി നമുക്കും കിട്ടും. ദഅവത്തിന്റെ നേട്ടതാണ്, മനസ്സിലായി? ദഅവത്ത് കൊണ്ടുള്ള പ്രയോജനം അതാണ്. അപ്പം നമുക്കറിയാവുന്ന ഒരു നന്മ, ആ നന്മ എന്ത് ചെയ്യണം? അത് ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, അറിയാത്ത ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഞാൻ ഇന്ന് മിമ്പറിൽ കയറി ഈ കസേരയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ പള്ളിയിലേക്ക് വന്നു. ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഒരു അറിവില്ലായ്മ തിരുത്തുകയാണ്. പള്ളിയിലേക്ക് വന്നു കുറേ ആൾക്കാർ. അവർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്കിന് ഇജാബത്ത് കൊടുത്താണ് അവിടെ നിൽക്കുന്നത്. ബാങ്കിന് ഇജാബത്ത് കൊടുത്ത് നിൽക്കണം. അവർ സുന്നത്തായ കാര്യമാണ് ചെയ്യുന്നത്, സംശയമൊന്നുമില്ല. ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്. പക്ഷെ ജുമാ ദിവസം
ജുമാ ദിവസം നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ബാങ്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വേഗം തഹിയ്യത്ത് നിസ്കരിക്കണം. നമ്മൾ ഇജാബത്ത് കൊടുക്കലല്ല സുന്നത്ത്. എന്താണ് ഇതിന്റെ ഹുക്കും? എന്താണ്? ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്, ഖുതുബ കേൾക്കുക എന്നുള്ളത് വാജിബാണ്. മനസ്സിലായി? ഖുതുബ കേൾക്കുക എന്നുള്ളത് വാജിബാണ്. അതുകൊണ്ട് എന്ത് വേണം? വേഗം സുന്നത്ത് നിസ്കരിച്ച് ഖുതുബ കേൾക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കാൻ വേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പിന്നെ സുന്നത്തായ ഇജാബത്ത് കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തു നിൽക്കാൻ പാടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട, ഇതൊരു നന്മയാണ്. അപ്പം ഒരു ശരിയല്ലാത്ത ഒരു കാര്യം നമ്മൾ കാണുകയാണ് എങ്കിൽ അത് ഉടനെ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു കൊടുക്കണം. ബാക്കിലുള്ള ആൾക്കാർ ഒന്ന് കയറി കൊടുക്കുക, അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ തോന്നുന്നുണ്ട്, അടുത്തേക്ക് ഇരുന്ന് കൊടുക്കണം. ഞാൻ പറഞ്ഞത് ഇസ്ലാമിക പ്രബോധനം എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ആ പ്രബോധനത്തിലൂടെ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അമ്പിയാക്കളുടെ ദൗത്യമാണ്, പ്രവാചകന്മാരുടെ ദൗത്യമാണ് ഇസ്ലാമിക പ്രബോധനത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് എന്ന് നമ്മൾ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫദ്ദഅവതു ഇലല്ലാഹി തആല ഹിയ വദീഫത്തുൽ മുർസലീൻ. വദീഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി. അതാരുടെ ജോലിയാണ്? അമ്പിയാക്കളുടെ ജോലിയാണ്. നമ്മൾ ദഅവത്ത് നടത്തുമ്പോൾ പ്രവാചകൻ അല്ലാഹ് തെരഞ്ഞെടുത്ത അമ്പിയാക്കളുടെ പണിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദഅവത്ത് നടത്തണം. സഹോദരങ്ങളെ, ദഅവത്ത് നടത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ കുറ്റക്കാരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിയരായ ആളുകൾ ശപിക്കപ്പെടാനുള്ള കാരണം എന്താ അറിയോ? അവർ ദഅവത്ത് നടത്തിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശാപത്തിന് അർഹരാകാൻ പാടില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ, നമുക്ക് എങ്ങനെയാണോ പറ്റുക ആ രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ദഅവത്ത് നടത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ 7 പോയിന്റുകൾ എണ്ണി പറയണം. എന്തിനറിയോ? എന്തിന് നമ്മൾ ദഅവത്ത് നടത്തണം? ഒന്നാമത്തെ ഉത്തരം, എൻ്റെ ബാധ്യത ഞാൻ നിർവഹിച്ചു എന്ന് അള്ളാഹിനോട് പറയണം. അതിന് നമ്മൾ ദഅവത്ത് നടത്തിയേ പറ്റൂ. ദഅവത്ത് നടത്തിയ ആളുകൾക്ക് റബ്ബിന്റെ കോടതിയിൽ, റബ്ബേ നീ ഏൽപ്പിച്ച ദൗത്യം, നിന്റെ പ്രവാചകൻ അറഫയിൽ വെച്ച് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ നിർവഹിച്ചു എന്ന് പറയണമെങ്കിൽ ഇസ്ലാമിക ദഅവത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും നടത്തണം. 2, നമ്മുടെ നബിയെ അനുസരിക്കും ദഅവത്ത് നടത്തുന്നതിലൂടെ. പ്രവാചകൻ ഏൽപ്പിച്ചൊരു കാര്യം, അപ്പം നബിനെ അനുസരിച്ചൊരു പുണ്യം നമുക്ക് കിട്ടും. 3, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു സബബാണ്, കാരണമാണ് ഇസ്ലാമിക പ്രബോധനം എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളും അനന്തര ഫലവും ലഭിക്കാൻ നമ്മൾ ദഅവത്ത് നടത്തിയാൽ, അതിലൂടെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആ ആളുകൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും നമുക്ക് ലഭിക്കും. അതിൻ്റെ അനന്തര ഫലം ലഭിക്കും. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഷെയ്ഖ് യൂസുഫ്, അദ്ദേഹം ഫിലിപ്പൈനിലെ പ്രബോധകനാണ്. അദ്ദേഹം ഇന്ന് ഖബറിന്റെ ഉള്ളിൽ. സൗദി അറേബ്യയിലെ പത്രങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയത് 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ഫലമായി ഇസ്ലാമിലേക്ക് വന്നു. 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ഫലമായി ഇസ്ലാമിലേക്ക് വന്നു. ഷെയ്ഖ് യൂസുഫിന്റെ കൂടെ പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ദീനിനെ കുറിച്ച് പറയും. അദ്ദേഹം ആ സംസാരം കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് പ്രഖ്യാപിക്കും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. 100 കണക്കിന് ആളുകൾ, 50 ആളുകൾ, 40 ആളുകളൊക്കെ ഒരുമിച്ച് ഇസ്ലാമിലേക്ക് വരുന്ന സുന്ദരമായ കാഴ്ചകൾ പലപ്പോഴും എൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാനുള്ള തൗഫീഖ് അല്ലാഹു നൽകിയിട്ടുണ്ട്. എൻ്റെ സഹോദരൻ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാർ. ഞാൻ പറയുന്നത് ദഅവത്തിന് അനന്തര ഫലമുണ്ട്. അവരൊക്കെ ഇന്ന് മുസ്ലിങ്ങളാണ്, അവരൊക്കെ നമസ്കരിക്കുന്നവരാണ്, അവരൊക്കെ നോമ്പ് നോൽക്കുന്നവരാണ്, അവരൊക്കെ ദിക്ർ ചെല്ലുന്നവരാണ്. അതിൻ്റെയൊക്കെ അജ്ർ, അതിൻ്റെയൊക്കെ കൂലി ആർക്ക് ലഭിക്കും? അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച, അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന വ്യക്തിക്ക് ലഭിക്കും. അതാണ് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, സ്വർഗപ്രവേശനം ലഭിക്കണമെങ്കിൽ ദഅവത്ത് നടത്തണം. സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ്. നമ്മൾ രക്ഷപ്പെടാനും സമൂഹം രക്ഷപ്പെടാനും നമ്മൾ ദഅവത്ത് നടത്തണം. നമ്മൾ ദഅവത്ത് നടത്തണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ നമ്മൾ ഇസ്ലാമിക പ്രബോധകന്മാരാകണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഇസ്ലാമിക പ്രബോധനത്തിന് അനുകൂലമായ മണ്ണാണ് നമ്മുടെ മുന്നിലുള്ള മണ്ണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഈ നാട്, ഈ പരിസരം, നമുക്കിവിടെ ഒരു പള്ളി ലഭിച്ചു. ഈ ദീൻ അറിയാത്ത, ദീന് മനസ്സിലാക്കാത്ത, സത്യസന്ധമായി അറിയാത്ത 100 കണക്കിന് ആളുകൾ ഈ പള്ളിയുടെ സമീപ പ്രദേശങ്ങളിലുണ്ട്. നമ്മൾ കാരണം അവർ ഈ ദീനിനെ മനസ്സിലാക്കണം. നമ്മൾ അവരിലേക്ക് ഈ ദീനുമായി ഇറങ്ങിച്ചെല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രബോധനം ചെയ്യുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയാണ്, നമ്മുടെ അയൽവാസിയായി.
നമ്മൾ സങ്കല്പിച്ചാൽ മതി. ഒരു ദിവസം ഒരു രാത്രിയിൽ നമ്മൾ കാണുന്ന കാഴ്ച, നമ്മുടെ അയൽവാസിയായ മനുഷ്യൻ ഭാര്യയുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ ഒക്കെ കൂടെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ജീവിക്കുന്ന ആ മനുഷ്യൻ, അയാളുടെ വീട് നിന്ന് കത്തുകയാണ്. വീടിന് തീ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഓടിച്ചെല്ലും. സ്വാഭാവികമായും നമ്മൾ ഓടിച്ചെന്ന സമയത്ത് നമ്മൾ കാണുന്നത് ആ കത്തിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട പലരുമുണ്ട്. ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തവണ ആ മനുഷ്യൻ പുറത്തു വന്നു. അയാളുടെ കയ്യിലൊരു ബാഗുണ്ട് എന്ന് വിചാരിക്കൂ. വീണ്ടും അയാൾ അകത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ചില വസ്തുക്കളും എടുത്ത്, പാസ്പോർട്ടും രേഖകളും ഒക്കെ എടുത്ത് അദ്ദേഹം പുറത്തു വരികയാണ്. അങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഉള്ളിൽ ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒക്കെ ഉള്ള അവസ്ഥയിൽ ആ വീട്ടിൽ നിന്ന് സ്വയം രക്ഷപ്പെടുന്ന, തനിക്ക് വേണ്ടത് മാത്രം എടുത്തോടി രക്ഷപ്പെടുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മുടെ ഈ അഭിപ്രായം എന്താണ്? ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഉപമ ഒന്ന് തട്ടിച്ചു നോക്കൂ നിങ്ങൾ. നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കിയ ആൾക്കാരാണ്, അള്ളാഹുവിൻ്റെ ദീൻ അറിഞ്ഞ ആളുകളാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ വഴിയിലാണ് ഇൻഷാ അള്ളാഹ്. എന്നാൽ ഈ സ്വർഗത്തിൻ്റെ വഴി അറിയാത്ത, ഈ ദീൻ അറിയാത്ത എത്ര ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്? നമ്മുടെ ഉമ്മ, നമ്മുടെ ബാപ്പ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ എളാപ്പ, നമ്മുടെ മൂത്താപ്പ, നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളും ഈ ദീന് മനസ്സിലാക്കാത്ത ആളുകളായിട്ടുണ്ട്. നമ്മൾ ആ വീട്ടിൽ നിന്ന് തീ കത്തുമ്പോൾ വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങുന്ന മനുഷ്യനെ പോലെ ജീവിക്കുകയാണ് ഇപ്പോൾ. പ്രിയപ്പെട്ടവരെ, ആ തീയൊന്ന് അണക്കാൻ, അവരെയും ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ അവരെയും കൂടെ അവരിൽ നിന്ന് വലിച്ചു കൊണ്ടുവരാൻ നമ്മൾ അതാണ് ഇസ്ലാമിക ദഅവത്ത് എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ. കത്തിക്കൊണ്ടിരിക്കുന്ന നരകാഗ്നിയിലേക്കാണ് നമ്മുടെ സഹോദരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ നമ്മൾ തടഞ്ഞു വെക്കണം, അരുതെന്ന് പറയണം. എൻ്റെ ഉമ്മയും ബാപ്പയും മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ അപകടം എന്താണ്? അവർ നരകത്തിൽ പോകുമെന്ന വാചകത്തിൻ്റെ അപ്പുറം അവരുടെ മരണത്തിൻ്റെ ശേഷം റബ്ബേ എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആരനുവാദം നൽകുന്നില്ല? ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പറയണ്ടേ, ഉമ്മാനോടും ബാപ്പാനോടും മക്കളോട് പറയണ്ടേ, ഭാര്യയോട് പറയണ്ടേ, അയൽവാസികളോട് പറയണ്ടേ, വേണ്ടപ്പെട്ടവരോട് പറയണ്ടേ? അതുകൊണ്ട് തന്നെ ആ രംഗത്ത് നമ്മൾ പിറകിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ആത്മപരിശോധന നമ്മൾ നടത്തുകയും നമ്മൾ പ്രബോധകന്മാരായി ജീവിക്കുകയും വേണം. പല ന്യായങ്ങളും നമുക്ക് പറയാനുണ്ടാകും. സമയമല്ല, തിരക്കാണ്, തിരക്കൊക്കെ അവസാനിക്കും. തിരക്കൊക്കെ അവസാനിച്ച് നമ്മളെ ഒരു തുണിയിൽ കെട്ടിപ്പൊതഞ്ഞ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കിടത്തുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. നമ്മൾ മറക്കാൻ പാടില്ല. അന്ന് നമുക്ക് തിരക്കുണ്ടാവില്ല. അന്ന് നമ്മൾ ആലോചിക്കുന്നത് ചെയ്തിരുന്നെങ്കിൽ അല്ലേ, മനുഷ്യന്മാർ പറയുമെന്നാണ്, മരണത്തിന്റെ സമയത്ത് അവര് വിലപിക്കുമെന്നാണ്. കുറച്ച് നീട്ടി തന്നാൽ, റബ്ബേ ഒന്നായുസ് തന്നാൽ ഞാൻ നന്മകൾ ചെയ്യാമെന്ന്. ആയുസ് ഉള്ള സമയത്താണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സമയമില്ല, തിരക്കാണ് എന്ന ന്യായീകരണം അവിടെ നമുക്ക് വിലപ്പോകില്ല. പിന്നെ ചില ആൾക്കാർ പറയും ഞാനൊന്നും അതിന് യോഗ്യനല്ല എന്ന്. ആരത് പറഞ്ഞത്? ശൈത്താൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ. നമ്മളൊക്കെ യോഗ്യന്മാരാണ്, നമ്മളൊക്കെ ഈ ദീന് കിട്ടിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു കൊടുക്കണം. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ചില ആൾക്കാർ പറയും. പ്രിയപ്പെട്ടവരെ, സംസാരം മാത്രമല്ല ദാവത്ത്. ഒരു പോസ്റ്റർ ഒട്ടിക്കൽ ദാവത്താണ്, ഷെയർ ചെയ്യൽ ദാവത്താണ്, സമ്പത്ത് കൊടുക്കൽ ദാവത്താണ്, പള്ളി ഉണ്ടാക്കൽ ദാവത്താണ്. ഇസ്ലാമിക മേഖലയിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് ന്യായം പറഞ്ഞാലും ആ ന്യായീകരണം പരലോകത്ത് വിലപ്പോകില്ല എന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. വേറെ ചില ആൾക്കാർ ക്ലാസ്സിന് വിളിക്കുമ്പോൾ ഭാര്യ തനിച്ചാണെന്നാ, ഭാര്യനെയും കൂട്ടി വരണം, ക്ലാസ്സുകൾക്ക് ഭാര്യനെയും കൂട്ടി വരണം. ദാവത്തിന് പോകുമ്പോൾ, ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ, ഒരു പുരുഷനോട് സംസാരിക്കാൻ പോകുമ്പോൾ അവൻ്റെ ഭാര്യ ഉണ്ടാകും, മകളുണ്ടാകും. അവരോട് സംസാരിക്കാൻ നമ്മുടെ ഭാര്യനെയും കൂട്ടണം, ഒരുമിച്ച് ദാവത്ത് നടത്തണം. അതല്ലേ ഇബ്രാഹിം നബിയുടെ ചരിത്രം, അതല്ലേ മറ്റു അമ്പിയാക്കളുടെ ചരിത്രം. അതുകൊണ്ട് തന്നെ ന്യായീകരണങ്ങൾ കൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂല് നമ്മെ ഏൽപ്പിച്ച ദൗത്യം, ഞാൻ ഇന്ന് ഈ വിഷയം ഖുത്ബക്ക് തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറഫയിൽ നിന്നതിനെ ഓർക്കുന്ന സമയമാണിത്. അവിടെ പ്രവാചകൻ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഈ ദഅവത്ത് നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കഴിവിൻ്റെ പരമാവധി പ്രബോധനങ്ങൾക്ക് മുന്നിട്ട് നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പെരുന്നാളിൻ്റെ ദിവസമാണ്, ബലിപെരുന്നാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകിയ 2 ആഘോഷങ്ങളിൽ ഒരാഘോഷത്തിൻ്റെ സുദിനം. തീർച്ചയായും നമുക്ക് ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും റബ്ബ് നൽകിയ അവസരമാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ നാളെ ഈദ് നമസ്കാരം നമ്മുടെ പള്ളിയുടെ തൊട്ടു മുന്നിലാണ് നടക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ പള്ളിയുടെ ഭാരവാഹികൾ ഭംഗിയായി ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. 7:30 മണിക്കാണ് നമ്മുടെ ഈദ് നമസ്കാരം ആരംഭിക്കുന്നത്.
കൃത്യസമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ വരണം. നമ്മൾ നേരം വൈകിട്ട് ഇനി ആരെങ്കിലും വരാനുണ്ടോ, ആളുകൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് നമ്മളെ കാത്തു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ കാരണം അവിടെ വന്ന 100, 200, 300, 400 ആൾക്കാർ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഉണ്ടാകില്ല. നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കണം. ഈദ്ഗാഹിലേക്ക് നേരത്തെ പോകുന്നുള്ള സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇമാമ നിൽക്കുമ്പോൾ ബാക്കിക്ക് കുറേ നേരം തിരിഞ്ഞ് കൈയും കെട്ടി നിൽക്കും. ഇനി ആരെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് ഒരു 2 മിനിറ്റ് കൂടെ 3 മിനിറ്റ് കൂടെ ഒരാൾ വരാണ്ട് എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ഒഴിവാക്കണം. ഞാൻ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല സഹോദരങ്ങളെ, നമ്മളിതൊക്കെ ഒന്ന് ശീലമാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈദ് നമസ്കാരത്തിന് നേരത്തെ തന്നെ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഉള്ളതിൽ നല്ല വസ്ത്രം നമ്മൾ ധരിക്കുക. നാളെ ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ, നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഒന്നും കഴിക്കാതെ വരിക എന്നുള്ളത് സുന്നത്താണ്. ഒന്നും കഴിക്കാതെയാണ് നമ്മൾ വരേണ്ടത്. അതേപോലെ തന്നെ നാളെ ബലി അറുക്കുന്ന ബലിയിൽ പങ്കുചേർന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ പള്ളിയിൽ. അൽഹംദുലില്ലാ ധാരാളം ആളുകൾ ബലി അറുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അറുക്കുന്ന ആളുകളും അറുക്കാത്ത ആളുകളും പങ്കാളികളാവുക. അതിൻ്റെ സമയമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായി അവൻ്റെ ദീന് പഠിക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുടെ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പല ആളുകളും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. രോഗികളായ ആളുകൾക്ക് വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കുകയും മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. പ്രയാസങ്ങളും അപകടങ്ങളും ഇല്ലാതെ ഹജ്ജ് പൂർത്തീകരിച്ചവരുടെ നാടുകളിൽ മടങ്ങിയെത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളായ ആളുകളുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവരുടെ കടങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹുകളായ സന്താനങ്ങളെ നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.